നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആത്മഹത്യയാണല്ലോ കണ്ടത്. ആരാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അതിന് കാരണം എനിക്കറിയാനാവുന്നില്ലല്ലോ. ദൈവമേ, ആരാത്? എവിടെ ആത്മഹത്യ നടക്കുന്നത്? ഉദയനരമ്മ, ഈ കാഴ്ച ഇപ്പൊ എന്തിനാ എനിക്ക് കാണിച്ചെന്നത്? അമ്മ, എനിക്കിതിനുള്ള ഉത്തരം തരണേ. ഉദയനൂരമ്മ, വിശാൽ സാർ ഇപ്പോ അസുഖമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി. പ്രയാസങ്ങൾ ഒന്നും തന്നെയില്ല. അതിൽ ഞാൻ സന്തോഷവതിയാണ്. അപകടത്തിൽ നിന്നും സാറിനെ കാത്തു രക്ഷിച്ചതിൽ കോടി കോടി നന്ദി. ഇനി ഒരാപത്തും വിശാൽ സാറിന് വരുത്തല്ലേ. പാർവതി, ജയ. പാർവതി, നിനക്കൊരു മുന്നറിയിപ്പ് നൽകാനാ ഞാൻ വന്നത്. മുന്നറിയിപ്പോ? നിന്റെ സന്തോഷകരമായ ജീവിതത്തിന് അറുതി വരാൻ പോകുന്നു. ജയ, ഈ വീട്ടിലേക്ക് ഒരു അതിഥി വരാൻ പോകുന്നു. അതൊരു ചീത്ത സ്ത്രീയാ. അവർ നിന്റെ എല്ലാ പ്രവൃത്തികൾക്കും തടസ്സം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവളെ നീ സൂക്ഷിക്കണം, കരുതിയിരിക്കണം. ആരായിരിക്കും വരാൻ പോകുന്നത്? ജയ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു മുന്നറിയിപ്പ് നൽകിയത്? ഹലോ, പറയാമേ. നീ ഈ വീട്ടിലേക്ക് വരുന്നതിനുള്ള സമയമായി. പാർവതി ഇവിടെ അതിരുവിട്ടുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞു. അവളിപ്പോ ഈ വീട്ടിലെ സർവാധികാരി ചമയുകയാ. കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളും അവൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വല്ല വിധേനയും വിശാലിനെ സ്വാധീനിച്ച് ഇവിടുത്തെ സ്വത്തുക്കൾ എന്റെ പേരിലേക്ക് വാങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. എഴുതി തരാൻ വിശാലും തയ്യാറായിരുന്നു. പക്ഷേ അന്നേരം അവള് തടസ്സം ഉണ്ടാക്കി. അങ്ങനെ എന്റെ പ്ലാനുകൾ ഓരോന്നായിട്ട് അവള് തകർത്തുകൊണ്ടിരിക്കുക. വിനയ്, ഇനി നീ ഇവിടെ വരണം. നീ വന്നാ മാത്രമേ നമുക്ക് അവളെ പൂട്ടിക്കെട്ടാൻ സാധിക്കൂ. ഓഹോ, അങ്ങനെയാണോ അവിടുത്തെ കാര്യങ്ങൾ? അമ്മ വിഷമിക്കാതിരിക്കുക, ഞാൻ ഉടനെ തന്നെ വരാം. പാർവതിയെ നമുക്ക് ഒതുക്കാമേ. അതമ്മ എനിക്ക് വിട്ടേക്ക്. എടാ, നീ വൈകാതെ തന്നെ വരണം. ഇന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ എത്തിയിരിക്കണം. പിന്നെ നിന്റെ ഈ വരവ് വളരെ സർപ്രൈസ് ആയിട്ടേ ഇവിടെ ഉള്ളവർക്ക് തോന്നാവൂ. നമ്മൾ തമ്മിൽ നടത്തുന്ന നിരന്തരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇവിടെയുള്ള ആരും ഒരിക്കലും അറിയരുത്. എന്റെ പൊന്നമ്മേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ, നീ വന്നിട്ട് വേണം സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കി പാർവതി ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ. അമ്മേ, ഞാൻ ദാ എത്തിക്കഴിഞ്ഞു. അമ്മ ഫോൺ വെച്ചോ. ശരി. ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ അവഗണിച്ച് വിനയ് ജീവിച്ചിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എന്റേത് മാത്രമായി. എന്തുകൊണ്ട് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചില്ല എന്ന് വിനയ്ക്ക് നന്നായി അറിയായിരുന്നിട്ടും ഒരു മനസ്സാക്ഷിക്കൊത്തും ഇല്ലാതെ അയാൾക്ക് എങ്ങനെ എന്നെ പഴിക്കാനാവുന്നു? ഇത്രയും നാളെ വിനയ്ക്ക് വേണ്ടി കാത്തിരുന്നതാ ഞാൻ.
എന്നിട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വിധിയാണല്ലോ ഉണ്ടായത്. പിന്നെ എന്നെ ഡിവോഴ്സ് ചെയ്ത പിന്നെ എനിക്ക് എന്ത് ജീവിതം ഉണ്ടാവുക? എന്റെ ഈ ജീവിതം തന്നെ പാഴായി പോവില്ലേ? പാഴായി പോവും. എന്റെ ജീവിതം നശിക്കും. അങ്ങനെ ജീവിതം നശിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്താർത്ഥം? വേണ്ട, ഇനി എനിക്ക് ജീവിതം വേണ്ട. ഞാനൊരു ശല്യമായിട്ട് വിനയുടെ മുന്നിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് എന്താ കാര്യം? ഇപ്പോ വിനയെ ശകാരിച്ചിട്ടും തല്ലിയിട്ടും എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രഭാവതി, നീയാണ് വിനയനെ അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി വഷളാക്കിയത്. ഗോപിയൻ ഇത് എന്ത് വർത്തമാനായി പറയുന്നത്? ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായോ? വിനയനെ മാത്രമല്ല ഞാൻ വളർത്തിയത്. ദേ, ഈ നിൽക്കുന്ന വിശാലിനെ ഞാൻ തന്നെയാ വളർത്തിയത്. എന്നിട്ടെന്താ, ഇവൻ വഴിതെറ്റിപ്പോയോ? ഇല്ലല്ലോ, ഇവൻ നല്ല അന്തസ്സായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോ വിനയ് വഴിതെറ്റിയെങ്കിൽ അത് എന്റെ വളർത്തു ദോഷമായിട്ട് കാണരുത്. വിനയ് ഈ വിധത്തിലായതും ഇപ്പൊ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതും അത് അവന്റെ മാത്രം പ്രശ്നമാണ്. ഏതായാലും ഇത് കുറച്ച് മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയായി പോയി. മഹാമോശമായി പോയി. ഒരു ഭാര്യ ഇവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോ ആ ആള് മറ്റൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നത് അത്ര മര്യാദയൊന്നും അല്ല. വളരെ സങ്കടകരമായ കാര്യം. ഗാർഗിയുടെ മനസ്സിപ്പോ എന്തുമാത്രം ഉരുകുന്നുണ്ടായിരിക്കും. ഇതിപ്പോ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഇതുപോലെ തന്നെ എത്ര എടുത്ത് നടക്കുന്നു. ഇതിപ്പോ വിനയ് അവന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടിക്കൊണ്ടു വന്ന സ്ഥിതിക്ക് ഗാർഗി ഒന്നുകിൽ അത് അംഗീകരിച്ച് കൂടെ കഴിയണം, ഇല്ലെങ്കിൽ ഡിവോഴ്സും വാങ്ങിച്ച് അവൾ അവളുടെ വഴിക്ക് പോണം. സുശീലേ, അവിവേകം എഴുന്നള്ളിക്കല്ലേ. ഇപ്പൊ നീ ഈ പറഞ്ഞതാണോ ഇതിനുള്ള പരിഹാരം? ആണോ എന്ന്? നീ ഇമാതിരിയുള്ള വിവരക്കേട് എന്തെങ്കിലും ഇനി ഇവിടെ മിണ്ടിയാൽ നമ്മുടെ ഗാർഗി നിന്നെ പോലൊരു പെണ്ണാടി അവള്. നീ എന്താ അതൊക്കെ ചിന്തിക്കാത്തത്? ദേ, നമ്മൾ ചിന്തിക്കേണ്ടത് ഗാർഗിയുടെ ഭാഗത്ത് നിന്നാണ്, അതല്ലാതെ മര്യാദകേട് കാണിച്ച വിനയന്റെ ഭാഗത്ത് നിന്നല്ല. അതെ, അത് തന്നെയാ വേണ്ടത്. എന്താ പ്രഭാവതി, ഞാൻ പറഞ്ഞതല്ലേ ശരി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.